Hi and welcome to the new video on static war compensator. That is the volt ampere reactive compensator or the reactive power compensator. സ്റ്റാറ്റിക് വോൾട്ടേജ് ആംപിയർ റിയാക്റ്റീവ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഒരു മെയിൻ കോമ്പോണൻ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം കൺട്രോളേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്താണ് റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അവിടുത്തെ എന്ത് വരുന്നത് പർപ്പസ് വരുന്നത്. അപ്പോൾ അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ. സോ അതെന്താണെന്നുള്ളതിൻ്റെ ബേസിക് ബ്രീഫ് ഡിസ്കഷനാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം നമുക്ക് ഈ പവർ PGDP എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റിൽ ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോകാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബേസിക് ഓവർവ്യൂ ആണ് പറയുന്നത്. സോ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ ഓർ വി ക്യാൻ സിംപ്ലി കോൾ ഇറ്റ് ആസ് SVC. So these SVCs are part of flexible AC transmission system device family regulating the voltage, power factor, harmonics and stabilizing the system. So static war compensator എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് നമ്മൾ ഫാക്സ് ഡിവൈസ് ആണ്. ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിവൈസ് ആണ്. മെയിൻലി അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടും പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ്, ഹാർമോണിക്സ് കുറയ്ക്കാൻ ആൻഡ് ദെൻ ഓവറോൾ സിസ്റ്റം സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റേഴ്സിന് ഉപയോഗിക്കുന്നത്. സിംപ്ലി നമ്മൾ SVC എന്ന് ഉപയോഗിക്കും. ദെൻ എ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ് മൂവിങ് പാർട്സ് അതർ ദാൻ ദ ഇന്റേർണൽ സ്വിച്ച് ഗിയർ. ഓക്കെ, സോ അതിന് പ്രത്യേകിച്ച് മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ സ്റ്റാറ്റിക് സ്റ്റേഷനറി എന്നുള്ള സെൻസിൽ സ്റ്റാറ്റിക് കോമ്പൻസേറ്റർ എന്ന് വിളിക്കുന്നത്. കാരണം നമുക്കറിയാം ഓൾറെഡി വേറെ ടൈപ്പ് കോമ്പൻസേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത്. സിങ്ക്രോണസ് മെഷീൻ, സിങ്ക്രോണസ് ജനറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള കോമ്പൻസേറ്റർ ഉണ്ട്. അപ്പോൾ അതിലെന്തായാലും മൂവിങ് പാർട്ട് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിനെ സ്റ്റാറ്റിക് എന്ന് പറയാൻ കാരണം ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് മൂവിങ് പാർട്ട്. ദെൻ ബേസിക്കലി ഇറ്റ് ഈസ് ഷൻ കണക്റ്റഡ് കോമ്പൻസേറ്റർ whose output is adjusted to control the capacitive or inductive current so as to maintain the bus voltage with which SVC is connected. സോ ഇത് ബേസിക്കലി നമ്മളൊരു കണക്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ കണക്ഷൻ ആണ് അല്ലെങ്കിൽ ഷൻ കണക്ഷൻ ആണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ട് പർപ്പസുകളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വി ക്യാൻ കൺട്രോൾ ദ കപ്പാസിറ്റീവ് ഓർ ഇൻഡക്റ്റീവ് കറണ്ട്. അപ്പോൾ കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് കറണ്ട് കൺട്രോൾ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കിയിട്ട് നിർത്തുക എന്നുള്ളതാണ്. ടു മെയിൻറ്റെയിൻ ദ ബസ് വോൾട്ടേജ് വിത്ത് വിച്ച് ദ SVC ഈസ് കണക്റ്റഡ്. എവിടെയാണോ കണക്ട് ചെയ്തിട്ടുള്ള അവിടുത്തെ ബസ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. അപ്പോൾ അത് ചിലപ്പോൾ എന്താ കപ്പാസിറ്റീവ് കറണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് കറണ്ട് ആയിരിക്കാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ഡിപ്പെൻഡ്സ് ഓൺ ദ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇതാണ് ബേസിക് കാര്യം ഒരു SVCനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. ദെൻ ദ SVC ഈസ് a parallel combination of many fixed or switched branches. സോ SVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ സാധനമായിരിക്കില്ല, അതിൽ തന്നെ പല പല സാധനങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്തത് ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അത് അടുത്ത സ്ലൈഡ് വരുമ്പോൾ നമുക്കൊരു ഇത് കാണാം. അപ്പോൾ അതിൽ തന്നെ ചിലത് ഫിക്സഡ് ആയിരിക്കാം, സ്വിച്ച് ബ്രാഞ്ചസ് ആയിരിക്കാം. ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ഒന്നും ഇല്ല, ജസ്റ്റ് ഫിക്സഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കപ്പാസിറ്റർ ആണ്, അതവിടെ ഫിക്സഡ് ആയിട്ടിരിക്കുകയാണ്. ഈ സ്വിച്ചർ ബ്രാഞ്ചസ് ഉണ്ടാവും, അതായത് കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഒക്കെ തന്നെ സ്വിച്ച്ഡ് ആയിട്ടുണ്ടാവും. സ്വിച്ചർ എന്ന് പറയുമ്പോൾ അവിടെ സ്വിച്ചിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മൾ മെയിൻലി തൈറിസ്റ്റേഴ്സ് ആണ്, ഓഫ് വിച്ച് അറ്റ്ലീസ്റ്റ് വൺ ഹാസ് തൈറിസ്റ്റേഴ്സ് വിതൗട്ട് ടേൺ ഓഫ് capability then and combination of branches depend on the requirements. അപ്പോൾ എന്തായാലും എന്തുണ്ടായിരിക്കും ഒരു തൈറിസ്റ്റർ കൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് സ്വിച്ച്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെന്റ്, അതായത് കപ്പാസിറ്റർ ആയിരിക്കാം, ചിലപ്പോൾ ഇൻഡക്ടർ ആയിരിക്കാം, അതായത് റിയാക്ടർ ആയിരിക്കാം ഉണ്ടാവുന്നത്, പ്ലസ് വേറെ ഫിക്സഡ് ആയിട്ടുള്ള എലമെന്റ്സും ഉണ്ടാവാം. ഡിപ്പെൻഡ്സ് ഓൺ ദ റിക്വയർമെന്റ്സ്, എന്താണ് നമ്മുടെ റിക്വയർമെന്റ് എന്നുള്ളതിനെ അനുസരിച്ച് ഇരിക്കും. ആൻഡ് ബേസിക്കലി ഇറ്റ് ജനറേറ്റ്സ് റിയാക്റ്റീവ് പവർ by switching capacitor banks when the system voltage is low or loads are inductive. സോ സിസ്റ്റം വോൾട്ടേജ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ ഇറ്റ് ജനറേറ്റ്സ് റിയാക്റ്റീവ് പവർ ബൈ സ്വിച്ചിങ് കപ്പാസിറ്റർ ബാങ്ക്സ്. സോ കപ്പാസിറ്റർ ബാങ്ക്സിന് സ്വിച്ച് ചെയ്തിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് ഇൻഡക്റ്റീവ് ലോഡ്സിൻ്റെ കേസിൽ. അതേപോലെ തന്നെ SVC അബ്സോർബ്സ് റിയാക്റ്റീവ് പവർ വെൻ ദ സിസ്റ്റം വോൾട്ടേജ് ഈസ് ഹൈ ഓർ ദ ലോഡ്സ് ആർ കപ്പാസിറ്റീവ്. കപ്പാസിറ്റീവ് ലോഡ്സ് ആണെങ്കിൽ നേരെ തിരിച്ച്, അല്ലെങ്കിൽ വോൾട്ടേജ് ഹൈ ആണെങ്കിൽ അബ്സോർബ് ചെയ്യും. സോ വോൾട്ടേജ് കുറവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ അങ്ങോട്ട് എന്താ റിയാക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. നേരെ തിരിച്ചുള്ള കേസിലാണെങ്കിൽ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലോഡ് കപ്പാസിറ്റീവ് ആണെങ്കിൽ എന്താ വോൾട്ടേജിനെ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് SVC എന്ന് പറഞ്ഞപ്പോൾ. ബേസിക്കലി റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ ആണ് ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ് ആൻഡ് വോൾട്ടേജ്, അതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ദ power transfer and transient stability of the system and also damps out the oscillations.
And basically, these SVCs include two main components and their combination. മെയിൻലി ഈ പറയുന്ന രണ്ട് കോമ്പണൻസ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. അതായത് നമുക്കറിയാം റിയാക്ടർ, അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് വെറുതെ ഇതിന് അനുസരിച്ച് തൈറിസ്റ്റർ കൺട്രോൾഡ് ആൻഡ് തൈറിസ്റ്റർ സ്വിച്ച് റിയാക്ടർ. ഒന്നെങ്കിൽ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ ആവാം, അല്ലെങ്കിൽ തൈറിസ്റ്റർ സ്വിച്ച്ഡ് റിയാക്ടർ ആവാം. വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് അടുത്ത സ്ലൈഡിൽ വരുമ്പോൾ പറയാം. TCRും TSRും തൈറിസ്റ്റർ കൺട്രോൾഡും മറ്റേത് തൈറിസ്റ്റർ സ്വിച്ച്ഡുമാണ്. അപ്പോൾ ടേമുകൾ തന്നെ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും അടുത്ത സ്ലൈഡിൽ പറയാം. ദെൻ തൈറിസ്റ്റർ സ്വിച്ച് കപ്പാസിറ്റർ, തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്ററും ആണ് ബേസിക് കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഉണ്ടാവണമെന്നൊന്നുമില്ല, മിനിമം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, സോ TSCR ഉണ്ടാവാം, TSR ഉണ്ടാവാം, TAC ഉണ്ടാവാം. ചിലപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കാം. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ അപ്ലിക്കേഷൻ. സോ ബേസിക്കലി ഇത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. വോൾട്ടേജ് കുറവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിയാക്റ്റീവ് പവർ ഇഞ്ചക്ട് ചെയ്യും, അതായത് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. നേരെ തിരിച്ചാണെങ്കിൽ വോൾട്ടേജ് ഹൈ ആണ്, ലോഡ് കപ്പാസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും റിയാക്റ്റീവ് പവറിനെ. എന്തിനു വേണ്ടിയിട്ടാണ്? സിസ്റ്റം ബസ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ. ഇതൊരു ജനറൽ ഓവർവ്യൂ ആണ് പറഞ്ഞത്, പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ സ്പെസിഫിക് എന്നുള്ള രീതിയിലൊന്നാണ് പറഞ്ഞത്, ഓവർവ്യൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഈ ഓക്കെ, അതിൽ മുന്നേ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ട് പറയാം. SVC ഈസ് ആൻ ഓട്ടോമേറ്റഡ് ഇമ്പിഡൻസ് മാച്ചിങ് ഡിവൈസ് ഡിസൈൻ ടു ബ്രിങ് ദ സിസ്റ്റം ക്ലോസർ ടു യൂണിറ്റി പവർ ഫാക്ടർ. അങ്ങനത്തെ രീതിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഓട്ടോമേറ്റഡ് ഇമ്പിഡൻസ് മാച്ചിങ് ആണ് ബേസിക്കലി അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. എന്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്? റിയാക്റ്റീവ് പവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവും എഫക്റ്റുകൾ, അതായത് റിയാക്റ്റൻസ് ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫൈനലി അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് മാച്ചിങ് തന്നെയാണ്. സിസ്റ്റത്തിനെ എന്തിലേക്ക്? യൂണിറ്റ് പവർ ഫാക്ടറിലേക്ക്, മാക്സിമം റിയൽ പവർ എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റി പവർ ഫാക്ടറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഓട്ടോമേറ്റഡ് ഇമ്പിഡൻസ് മാച്ചിങ് ഡിവൈസ് ആണ് എന്ന രീതിയിൽ പറയാം. ഇത് തന്നെ രണ്ട് കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്നത് മെയിൻലി എന്താ പറയുക, ട്രാൻസ്മിഷൻ സിസ്റ്റം വോൾട്ടേജിൻ്റെ കേസ് ആണെങ്കിലും ആക്ച്വലി രണ്ട് പർപ്പസുകളാണ് ഇതിന് വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പവർ സിസ്റ്റം ടു റെഗുലേറ്റ് ദ ട്രാൻസ്മിഷൻ വോൾട്ടേജ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് ട്രാൻസ്മിഷൻ SVC എന്ന് പറയും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് നിയർ ദ ലാർജ് ഇൻഡസ്ട്രിയൽ ലോഡ്സ് ടു ഇംപ്രൂവ് ദ പവർ ക്വാളിറ്റി. ലാർജ് ഇൻഡസ്ട്രിയൽ ലോഡ്സിൻ്റെ കേസിൽ പവർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ കൊണ്ടുപോയിട്ട് ലോഡ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വയ്ക്കുന്നുണ്ട്. അതിനെ പറയുക ഇൻഡസ്ട്രിയൽ SVCs എന്നാണ് പറയുക. അപ്പോൾ നമ്മളിത് തുടക്കത്തിൽ എന്താ ഫാക്സ് ഡിവൈസസിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ തന്നെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ജനറൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറയുന്നതും, രണ്ടാമത്തെ ചില ലോഡ്സിൻ്റെ കേസിൽ റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ആ രീതിക്കാണ് ഈ രണ്ട് അപ്ലിക്കേഷൻസ് വരുന്നത്. ഒന്നെങ്കിൽ ട്രാൻസ്മിഷൻ SVC ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ SVC ആവാം. നമ്മൾ ജനറലി എപ്പോഴും പറയുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ SVCൻ്റെ കേസിലായിരിക്കാം, പക്ഷേ ഇൻഡസ്ട്രിയൽ SVCയും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് പോവാം. So in transmission applications, the SVC is used to regulate the grid voltage. അപ്പോൾ regulate the grid voltage ആണ് ട്രാൻസ്മിഷൻ അപ്ലിക്കേഷനിൽ വരുന്നത്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. So the power system's reactive load is capacity. If the power system's reactive load is capacity, SVC will use thyristor controlled reactor to consume the watts from the system, lowering the system voltage. നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റം വോൾട്ടേജ് കൂടുക അല്ലെങ്കിൽ കപ്പാസിറ്റി ലോഡ് ആണെങ്കിൽ അതിലുണ്ടാവുന്ന SVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എന്തായിരിക്കും? തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ ആയിരിക്കും. അതെന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും റിയാക്റ്റീവ് പവറിനെ. നേരെ തിരിച്ച് അണ്ടർ ഇൻഡക്റ്റീവ് കണ്ടീഷൻസ് ആണെങ്കിൽ കപ്പാസിറ്റർ ബാങ്ക്സ് ആർ ഓട്ടോമാറ്റിക്കലി സ്വിച്ച്. അപ്പോൾ കപ്പാസിറ്റീവ് ബ്രാഞ്ച് അങ്ങോട്ട് വരികയാണ് ചെയ്യുക. നേരെ തിരിച്ച് കപ്പാസിറ്റൻസ് വരും, ദസ് പ്രൊവൈഡിങ് ഹയർ സിസ്റ്റം വോൾട്ടേജ് കൂട്ടും. സോ ബൈ കണക്ടിങ് ദ തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി വാരിയബിൾ along with the capacitor bank step, the net result is continuously variable leading or lagging power. അപ്പോൾ മെയിൻലി ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന എത്ര കണ്ടിന്യൂസ്ലി ലീഡിങ് അല്ലെങ്കിൽ ലാഗിങ് ആയിട്ടുള്ള റിയാക്റ്റീവ് പവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ എന്ത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. അത് ഇൻഡക്റ്റീവ് ലോഡിനനുസരിച്ച് കപ്പാസിറ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യും, എന്താ കപ്പാസിറ്റി ലോഡിനനുസരിച്ച് ഇൻഡക്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. അതാണ് ട്രാൻസ്മിഷൻ അപ്ലിക്കേഷനിലെ ട്രാൻസ്മിഷൻ SVC ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിലാണെങ്കിൽ എന്താ, ദേ ആർ പ്ലേസ്ഡ് നിയർ ദ ലോഡ്സ്, നിയർ the high and rapidly varying loads such as arc furnaces where they can smooth flicker voltage. ഫ്ലിക്കറിങ് ഒഴിവാക്കി സ്മൂത്ത് വോൾട്ടേജ് ആക്കാൻ ശ്രമിക്കും. കാരണം ആർക്ക് ഫർണസസിൻ്റെ ഒക്കെ കേസിൽ റാപ്പിഡ് വേരിയേഷൻസ് ആണ് ലോഡിൽ വരിക. അപ്പോൾ അതാണ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ. നമ്മൾ മെയിൻലി ഇവിടെ പറയുന്നത് ട്രാൻസ്മിഷൻ കേസാണ്. സോ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ജനറൽ
റെപ്രസെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ. അപ്പോൾ അതിൽ വരുന്ന എല്ലാ കോമ്പണൻസും പോസിബിൾ ആയിട്ടുള്ള ഒരു എല്ലാ കോമ്പണൻസും ഇതിൽ കാണിച്ചിട്ടുണ്ട്. സോ സ്വിച്ച് റെസിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മെക്കാനിക്കൽ സ്വിച്ച്ഡ് ആയിരിക്കും അധികവും. പിന്നെ ഫിക്സഡ് കപ്പാസിറ്റർ ഉണ്ടാവാം. പിന്നുള്ള ഒരു ബ്രാഞ്ച് TSC ആണ്, തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ ആണ്. പിന്നെ നമുക്ക് എന്ത് വരാം, തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടറും വരാം, തൈറിസ്റ്റർ സ്വിച്ച്ഡ് റിയാക്ടറും വരാം. അപ്പോൾ ഇത് ഒരെണ്ണമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ TCR എന്ന് പറഞ്ഞാലും TSR എന്ന് പറഞ്ഞാലും രണ്ട് മീനിങ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ആയി കാണിച്ചിട്ടുള്ള ഈ ഒരു 5 കോമ്പണൻസ് ആണ് ഇതിൽ മെയിൻലി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ഉണ്ടായിരിക്കാം, ഡിപ്പെൻസ് ഓൺ ദ അപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. സോ TCR ആൻഡ് TSR എന്ന് പറഞ്ഞാൽ രണ്ടിലും റിയാക്ടർ ആണ് വരുന്നത്. അതായത് ഇൻഡക്റ്റൻസ് അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ് വരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾഡ് ആണ്, മറ്റേത് സ്വിച്ച്ഡ് ആണ്. സോ സിമ്പിളാണ്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഓഫ് അത്രമാത്രം ആലോചിച്ചാൽ മതി. അതായത് ഫുള്ള് അല്ലെങ്കിൽ സീറോ, ഫുൾ ഓർ സീറോ എന്നുള്ള അർത്ഥം. കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ അവിടെ കൺട്രോൾഡ് ആണ്, അതായത് നമുക്ക് സ്റ്റെപ്ലെസ് വേരിയേഷൻ നമുക്കവിടെ, അതായത് സ്റ്റെപ്ഡ് വേരിയേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ഇങ്ങനെ എന്താ ഓണും ഓഫും അല്ല, അതിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും കൺട്രോൾ ചെയ്യാൻ. അതായത് നമുക്കറിയാം റെക്ടിഫയർ കൺട്രോൾ, എന്താ പറയുക, തൈറിസ്റ്ററിൻ്റെ കൺട്രോൾ, ഫയറിംഗ് ആംഗിൾ വെച്ചിട്ടുള്ള കൺട്രോളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തൈറിസ്റ്റർ ഓൺ അല്ലെങ്കിൽ ഓഫ്, അത്രയേ ഉള്ളൂ. So TCR and TSR are both composed of shunt connected reactor controlled by two parallel reverse connected thyristors. അതായത് ആൻറ്റി പാരലൽ കോമ്പിനേഷൻ ഓഫ് തൈറിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ടാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ TCR ഈസ് കൺട്രോൾ വിത്ത് പ്രോപ്പർ ഫയറിംഗ് ആംഗിൾ. സോ നമുക്കറിയാം കൺട്രോൾ റെക്ടിഫയറിൽ ഈ ഫയറിംഗ് ആംഗിൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിന് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ഹൗസ് സൈക്കിൾ വരണം, നെഗറ്റീവ് ഹൗസ് സൈക്കിൾ വരണം, അതിൻ്റെ ഫയറിംഗ് ആംഗിൾ ആൽഫ വാരി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ടു ഓപ്പറേറ്റ് ഇൻ കണ്ടിന്യൂസ് മാനർ, അത് കണ്ടിന്യൂസ് മാനറിൽ ഓപ്പറേറ്റ് ചെയ്യും. വൈൽ TSR ഈസ് കൺട്രോൾ വിത്ത് ഫയറിംഗ് ആംഗിൾ കൺട്രോൾ വിച്ച് റിസൾട്ട്സ് ഇൻ സ്റ്റെപ്പ് ചേഞ്ച് ഇൻ റിയാക്ടൻസ്. അതായത് ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള ഒരു രീതിക്കുള്ളതാണ് TSR ഷെയർസ്. ഇനി TSC എന്ന് പറഞ്ഞാൽ അതും സ്വിച്ച്ഡാണ്. TSC കൺട്രോൾഡ് അല്ല, സ്വിച്ച്ഡാണ്. ഷെയർ സിമിലർ കോമ്പോസിഷൻ ആൻഡ് സെയിം ഓപ്പറേഷണൽ മോഡ്സ് ആസ് TSR ബട്ട് ദ റിയാക്ടർ ഈസ് റീപ്ലേസ് ബൈ കപ്പാസിറ്റർ. അപ്പോൾ ഇത്ര വ്യത്യാസമുള്ളൂ. റിയാക്ടർ മാറ്റിയത് കപ്പാസിറ്റർ വെച്ചു, അതും സ്വിച്ച്ഡ് ആണ്, സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള മീനിങ്. ദ റിയാക്ടൻസ് ക്യാൻ ഓൺലി ബി ഐദർ ഫുള്ളി കണക്റ്റഡ് ഓർ ഫുള്ളി ഡിസ്കണക്റ്റഡ്, ദാറ്റ് ഈസ് സീറോ ഡ്യൂ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കപ്പാസിറ്റർ. അതാണ് ഇതിലത്തെ ഈ കോമ്പണൻസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ ഫിക്സഡ് കപ്പാസിറ്ററും സ്വിച്ച്ഡ് റെസിസ്റ്ററും ആണ്. സോ വിത്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ദിസ് TCR or TSR, TSC ആൻഡ് ഫിക്സഡ് കപ്പാസിറ്റേഴ്സ്, SVC can meet various requirements to absorb or supply the reactive power from mode to the transmission line. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സിസ്റ്റം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൻ്റെ. ഈ 5 എണ്ണം പറഞ്ഞിട്ടുള്ള എല്ലാം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം ഡിപ്പെൻഡിങ് ഓൺ അവർ റിക്വയർമെൻറ്റ്. അപ്പോൾ അതിൽ തന്നെ മെയിൻലി 2 പ്രോട്ടോടൈപ്സ് ആണ് അധികം നമ്മൾ പറയുക. ഒന്ന് TCR പ്ലസ് FC, TCR പ്ലസ് TSC, അതായത് തൈറിസ്റ്റർ കൺട്രോൾഡ് റിയാക്ടർ പ്ലസ് ഫിക്സഡ് കപ്പാസിറ്റർ, പിന്നെ തൈറിസ്റ്റർ കൺട്രോൾ റിയാക്ടർ പ്ലസ് തൈറിസ്റ്റർ സ്വിച്ച്ഡ് കപ്പാസിറ്റർ കോൺഫിഗറേഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മൾ ഈ ഒരു സിലബസ് പ്രകാരം വരുന്നത് TCR പ്ലസ് FC ആണ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ്, ഇത് പല അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റേഴ്സ് ആണ് പല സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ റിയാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, കപ്പാസിറ്റേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഹൈ ട്രാൻസ്മിഷൻ വോൾട്ടേജസിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ചെറിയ സിസ്റ്റത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ പവർ ട്രാൻസ്മിഷൻ ക്യാപ്പബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ്. സോ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ പവർ ട്രാൻസ്മിഷൻ ക്യാപ്പബിലിറ്റിയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ റിയാക്റ്റീവ് പവർ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. Then it improves the transient stability of the system. Transient stability ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇറ്റ് കൺട്രോൾസ് എ സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് ടെമ്പററി ഓവർ വോൾട്ടേജ്. ടെമ്പററി ഓവർ വോൾട്ടേജ് ഒക്കെ ആര് കൺട്രോൾ ചെയ്തോളും? ഈ നമ്മൾ വയ്ക്കുന്ന വാർ കോമ്പൻസേറ്റർ, സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ SVC കൺട്രോൾ ചെയ്തോളും. ദെൻ ഇറ്റ് ഇംപ്രൂവ്സ് ദ ലോഡ് പവർ ഫാക്ടർ ആൻഡ് thereof reduces line losses and improves the system capability. സോ പവർ ഫാക്ടർ നമ്മൾ യൂണിറ്റിയിലൂടെ അങ്ങോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോസസ് കുറച്ച് സിസ്റ്റം ക്യാപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് SVCനെ കുറിച്ച് വരുന്ന കാര്യങ്ങൾ.